ഹായ് ഹലോ, ഇന്ന് ഞാനൊരു പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. പഴം വിരകിയത് നല്ലൊരു ഈസി സ്നാക്കാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് നേന്ത്രപ്പഴം വേണം, 2 എണ്ണം പഴുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ 1 കപ്പ് അവിൽ, ചുമന്ന അവിലാണ്, തവിടോട് കൂടിയിട്ടുള്ള അവിലില്ലേ, വെള്ളവിൽ എടുക്കരുത് കേട്ടോ. അടുത്തത് നാളികേരം വേണം, 1/2 കപ്പ്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ വയ്ക്കുക, അത് ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബദാമും മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്, ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് എടുക്കുന്ന പാകാവില്ലേ, ആ ഒരു പാകാവുമ്പോൾ 2 ഏലക്കായും അതുപോലെ തന്നെ നുറുക്കി വെച്ചിട്ടുള്ള പഴവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അതൊന്ന് വാടി കിട്ടണം. നല്ല ഫ്രൈ പോലെ എടുക്കണം വെച്ചെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് ഒരു വാടി കിട്ടുന്ന പരുവത്തിലേക്കുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ശർക്കര പാവ് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ശർക്കര പാവ് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉരുക്കുന്നതൊന്നും കാണിച്ചു തന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അല്പം വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായി ഉരുക്കിയെടുക്കുക. അത് ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ അച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് വരട്ടെ. അലിഞ്ഞ് വരുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യണം, അപ്പോൾ പഴം നന്നായി വാടി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് അവിൽ മിക്സ് ചെയ്യുക അതിലേക്ക്. അപ്പോൾ അവിൽ ചേർത്ത് കൊടുത്തു. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെയും ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. ഇനി അതും നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തേങ്ങ ചിരവിയത് ഏകദേശം 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ ഉപയോഗിക്കാം. അതിലേക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആവശ്യാനുസരണം ഇതൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്ന് സ്റ്റവ് ഓഫ് ചെയ്യുക, ചൂടാറിയതിന് ശേഷം കഴിക്കുക. നല്ല മണമാണ് ഇതിൻ്റെ, നല്ല ടേസ്റ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഈസി അല്ലേ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്